الشيطان الرجيم ويعبدون من دون الله ما لا يضرهم ولا ينفعهم ويقولون هؤلاء شفعاؤنا عند الله قل أتنبئون الله بما لا يعلم في السماوات والأرض سبحانه وتعالى عما يشركون رب اشرح لي صدري يسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, രഹസ്യ പരസ്യ ജീവിതത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിച്ച് മുത്തഖീങ്ങളായി ജീവിക്കാൻ എന്നോടും നിങ്ങളോടും സഗൗരവം ഉത്ബോധിപ്പിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. കുവൈറ്റിൽ നടന്ന മാരകമായ ദുരന്തത്തിൽ വിശ്വാസികളായി ഷഹീദായ ആളുകൾക്ക് അള്ളാഹു ഷഹീദിൻ്റെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റുള്ള വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് വന്ന ദുരന്തത്തിൽ അവരുടെ കുടുംബങ്ങൾക്ക് അള്ളാഹു റഹ്മാനായ റബ്ബ് കാരുണ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായതുകൊണ്ടാണ് ഞാൻ ആ പ്രാർത്ഥന നടത്തിയത്. വിശ്വാസിക്കും അവിശ്വാസികൾക്കും ഒരുപോലെ കരുണ ചെയ്യുന്നവൻ എന്നാണ് റഹ്മാൻ എന്ന വാക്കിൻ്റെ അർത്ഥം. റഹീം എന്ന വാക്കിൻ്റെ അർത്ഥം വിശ്വാസികൾക്ക് മാത്രം കരുണ ലഭിക്കുന്നവെന്ന്. അപ്പോൾ വിശ്വാസികൾക്ക് വേണ്ടി നമുക്ക് ഷഹീദിൻ്റെ വേണ്ടി പ്രാർത്ഥിക്കാം. റഹ്മാനായ റബ്ബായതുകൊണ്ട് അവിശ്വാസികളായ ആളുകളാണെങ്കിലും അവരുടെ ദുരന്തത്തിൽ നമ്മളും പങ്കാളികളാണ്. മേലിൽ ഉണ്ടാകുന്ന നമ്മെ തേടി വരുന്ന ഇത്തരം ദുരന്തങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. തൗഹീദിൻ്റെ മാസമാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ജീവിതം മുഴുവൻ ഏകനായ റബ്ബിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന സമൂഹത്തിന് വേണ്ടി ത്യാഗോജ്വലമായി ജീവിച്ച ഒരു ജീവിത ചരിത്രമാണ് ഖുർആൻ നമ്മുടെ മുമ്പിൽ വരയ്ക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അതുപോലെ തന്നെ മക്കയിലെ മുശ്രിക്കുകളുമായി ഏറ്റുമുട്ടിയത് ഈ ഹജ്ജിൻ്റെ കാലയളവിൽ നമുക്കറിയാം. മുസ്ലിങ്ങളായ ആളുകൾ ഹജ്ജിന് വന്നപ്പോൾ അവർ തൽബിയത്ത് നിർവഹിച്ചു. ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്, അള്ളാഹുവെ നിന്റെ വിളിക്കുതാ ഞങ്ങൾ ഉത്തരം നൽകിയിരിക്കുന്നു. ലാ ശരീക ലക്, നിനക്കൊരു പങ്കുകാരുമില്ല എന്നാണ് മുസ്ലിങ്ങൾ പറഞ്ഞത്. ഇത് തന്നെയായിരുന്നു മുശ്രിക്കുകളും പറഞ്ഞത്. ഇമാം ബുഖാരിയൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, അബൂജഹലും കൂട്ടരും നിർവഹിച്ച തൽബിയത്ത് ഹജ്ജിൻ്റെ വേളയിൽ അവരും ഹജ്ജിന് വന്നിരുന്നു. അവർ നിർവഹിച്ച തൽബിയത്ത് ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്, അള്ളാഹുവെ നിന്റെ വിളിക്കുതാ ഞങ്ങൾ ഉത്തരം നൽകുകയാണ്. ലാ ശരീക ലക്, നിനക്കൊരു പങ്കുകാരുമില്ല. അബൂജഹലിൻ്റെ തൽബിയത്താട്ടോ. നിനക്കൊരു പങ്കുകാരുമില്ല. ഇല്ലാ ശരീക്കൻ, ഒരു പങ്കുകാരനൊഴികെ. ഒരു പങ്കുകാരുണ്ട്. ലാ ശരീക ലക്, അത് പറഞ്ഞതിന് ശേഷം റസൂലുള്ള പറഞ്ഞ അവിടെ നിർത്താൻ ഒരു നിർത്തിയില്ല. ലാ ശരീക ലക് ഇല്ലാ ശരീക്കൻ, ഒരു പങ്കുകാരുണ്ട്. ഹുവ ലക്ക, ആ പങ്കുകാരൻ നിൻ്റേതാണ്. തംലിക്കുഹു വമ മലക്ക, ആ പങ്കുകാർക്ക് എന്തെല്ലാം കഴിവുകളുണ്ടോ ആ കഴിവുകളെല്ലാം നീ കൊടുത്തതാണ്. നീ കൊടുത്തതല്ലാത്തൊരു കഴിവുള്ള ആളോട് ഞങ്ങൾ പറയുന്നില്ല. ഇതായിരുന്നു അവരുടെ തൗഹീദിൽ നിന്നുള്ള വ്യതിചലനം. മുസ്ലിം സമൂഹത്തിൽ വലിയൊരു ഭൂരിഭാഗം ആളുകളെ വിശുദ്ധ ഖുർആനിൻ്റെ സന്ദേശങ്ങളിൽ നിന്ന്, ഖുർആൻ്റെ പ്രമാണങ്ങളിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോയി ഷിർക്കിലേക്ക് നയിക്കുന്ന ഒരു വിഭാഗം ആളുകൾ മുസ്ലിങ്ങളുടെ കൂടെയുമുണ്ട്. അള്ളാഹു പറയുന്നു, വയഅ്ബുദൂന മിൻ ദൂനില്ല, അവർ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നു, ഇബാദത്ത് ചെയ്യുന്നു. ആ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്നവർ ലാ യളുറുഹും വലാ യൻഫഉഹും, ഒരു ഉപകാരമോ ഒരു ഉപദ്രവമോ ആർക്കും ചെയ്യാത്തവരാണ്. ഒരാൾക്കും മരണപ്പെട്ടു പോയ ഔലിയാക്കന്മാരായ ആളുകൾക്കോ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് പരസ്പരമുള്ള സഹായം അല്ല, മരിച്ചുപോയ ആളുകൾ പരസ്പരം സഹായിക്കും നമ്മൾ വിളിച്ച് പ്രാർത്ഥിച്ചാൽ എന്ന് പറയുന്ന കാര്യത്തെ അള്ളാഹു പറയുന്നു. വയഅ്ബുദൂന മിൻ ദൂനില്ല, അള്ളാഹുവിനെ കൂടാതെയുള്ളവരോട് അവർ ദുആ ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു, ഇബാദത്ത് ചെയ്യുന്നു. ആ വിഭാഗം ആളുകളാരാ? മാലാ യളുറുഹും വലാ യൻഫഉഹും, അവർക്കൊരു ഉപകാരമോ ഒരു ഉപദ്രവമോ ചെയ്യുന്നില്ല. എന്നിട്ടും ഇവർ പറയുന്നെന്താ? വയഖൂലൂന, നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ, ഹൗലായി ശുഫആഉനാ ഇൻദല്ലാഹ്, നാളെ പരലോകത്തുനിന്ന് നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ
റബ്ബിൻ്റെ മുമ്പിൽ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യും. നമ്മൾ തെറ്റുകാരും കുറ്റക്കാരുമാണെങ്കിൽ ഈ ഔലിയാക്കന്മാർ, വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്ന ആളുകൾ നാളെ റബ്ബിൻ്റെ മുമ്പിൽ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യും. അതുകൊണ്ട് നമുക്ക് ഇബാദത്ത് ചെയ്യാം എന്നാണ് മക്കയിലെ മുശ്രിക്കുകൾ വാദിച്ചത്. ഈ വാദം തന്നെയാണ് ഇന്നത്തെ പൗരോഹിത്യം മുസ്ലിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത്. എന്താ പറയുന്നത്? യഖൂലൂന, അവർ പറയുന്നു, ഹൗലാഇ ശുഫആഉനാ ഇൻദല്ലാഹ്, ഈ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്ന മഖ്ബറകളിലുള്ളവരായാലും ജാറങ്ങളിലുള്ളവരായിരുന്നാലും മരിച്ചുപോയവരായിരുന്നാലും ഔലിയാക്കന്മാരായി നടക്കുന്നവരായാലും ആരായിരുന്നാലും അവർ നാളെ പരലോകത്ത് നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യും. കേൾക്കണം നിങ്ങൾ ബാക്കി ഭാഗം. അപ്പം അള്ളാഹ് ചോദിക്കുക, അള്ളാഹിനോട് ശുപാർശ ചെയ്യാണല്ലോ. എന്ത്? ഇവരൊക്കെ മോശപ്പെട്ട ആളാണെങ്കിലും ഇവർ നല്ലോലാണെന്നാണല്ലോ ഇവർ ശുപാർശ ചെയ്യുന്ന ആരോട്? അള്ളാഹിനോട്. അള്ളാഹ് ചോദിക്കുക, കുൽ നബിയെ, ഇത്തരക്കാരോട് നിങ്ങൾ ചോദിക്കണം, അങ്ങനെ വാദിക്കുന്നവരോട്. എന്താ ചോദിക്കേണ്ടത്? അത്തുനബ്ബിയൂനല്ലാഹ് ബിമാലായാലും ഫി സമാവാത്തി വൽ അർള്, ആകാശഭൂമിയിൽ അള്ളാഹ്ക്കറിയാത്ത കാര്യം അള്ളാഹുവിനെ ഇവർ ബോധ്യപ്പെടുത്തുകയാണോ? മനസ്സിലായോ? എൻ്റെ ആശയം മനസ്സിലായോ? അള്ളാഹു അറിയാത്ത കാര്യം ആകാശഭൂമിയിലുള്ളത് അള്ളാഹ്ക്കറിയില്ല, അത് ഇവർ അള്ളാഹിനെ ബോധ്യപ്പെടുത്തുകയാണോ? ഇപ്പോൾ മുഹിദ്ദീൻ മലയിലൊക്കെ കാണാം, എൻ്റെ മുരീദാരും നല്ലവരല്ലെങ്കിൽ ആദ്യം അറിയാ അല്ലല്ലേ? എൻ്റെ മുരീദാരും നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവരും ഞാൻ ചൊന്നും പരലോകത്തുനിന്ന്. അങ്ങനെ ഒരു ഷഫായത്തില്ല, നടക്കൂല. ഹൗലായി ശുഫാഉനാ ഇൻദല്ലാഹ് എന്ന് പറഞ്ഞിട്ട് അല്ലാഹ് പറയാം, അത്തരം ആളോട് ചോദിച്ചു നോക്കൂ. എന്താ ചോദിക്കേണ്ടത്? അത്തുനബ്ബിയൂനല്ലാഹ് ബിമാ ലാ യഅലമു ഫി സമാവാതി വൽ അർള്, ആകാശഭൂമിയിൽ അള്ളാഹ്ക്കറിയാത്ത കാര്യമാണോ ഇവർ ശുപാർശ ചെയ്യാൻ പോകുന്നത്? നമ്മൾ തെറ്റ് ചെയ്യുന്നതിന് മുമ്പ് അള്ളാഹ് അറിയില്ലേ? എന്താ കാരണം? വലഖദ് ഖലഖ്നൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. വലഖദ് ഖലഖ്നൽ ഇൻസാൻ, നാമാണ് ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരെയും സൃഷ്ടിച്ചത്. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു, അവൻ്റെ മനസ്സിൻ്റെ ഉള്ളന്തരാളം അവനോട് എന്ത് കാര്യം മന്ത്രിച്ചാലും അത് ഞാൻ അറിയും, അള്ളാഹ് അറിയും. ആ അള്ളാഹിനോടാണ് ഇവരാരും മോശപ്പെട്ട ആൾക്കാരെ പറ്റി ഔലിയാക്കന്മാരും തങ്ങന്മാരും ഒക്കെ വന്ന് ശുപാർശ ചെയ്യും, ഇവർ നല്ലോളാണ് പഠിച്ചോനെ. അതാ അള്ളാഹ് ചോദിച്ചത്. അള്ളാഹ്ക്ക് അറിയാത്ത കാര്യം പറഞ്ഞുതരാമെന്നാണോ? എന്നിട്ട് അള്ളാഹ് പറയാ, സുബ്ഹാനഹു വ തആല, അള്ളാഹു തആല പരിശുദ്ധനാട്ടോ, ഇത്തരം കാര്യങ്ങളൊന്നും അള്ളാഹു ചെയ്യൂല. അമ്മാ യുശ്രികൂൻ, അവർ ശിർക്ക് വെക്കുന്നതിൽ നിന്ന് അള്ളാഹു പരിശുദ്ധനാണ്. ആയത്തിൻ്റെ അവസാനം അങ്ങനെയാണ്. അപ്പം എന്തായാലും അർത്ഥം? അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പഠിക്കാതെ ഹജ്ജ് നിർവഹിച്ചിട്ട് എന്ത് കാര്യം? ഹജ്ജിന് പോകുമ്പോൾ അജ്മീർ കൂടെ പോയി ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നാഗൂർ കൂടെ സന്ദർശനം നടത്തി വന്നാൽ പോയില്ല എല്ലാം? ഇത് പഠിപ്പിക്കാത്ത ഒരു പ്രവാചകനും ഭൂമുഖത്ത് വന്നിട്ടില്ല. ഏത്? ഈ കാര്യമാണ് ലോകത്ത് വന്ന സർവസ്വ പ്രവാചകന്മാരും പഠിപ്പിച്ചത്. അതായത് ശിർക്കിൻ്റെ ദൂഷ്യഫലങ്ങൾ വിശദീകരിക്കാത്ത ഒരു പ്രവാചകനും ഭൂമുഖത്ത് വന്നിട്ടില്ല. അള്ളാഹ് പറയാം, സൂറത്ത് സുമർ എടുത്ത് നോക്കിയാൽ കാണാം, വലക്കത് ഊഹിയ ഇലൈക്ക, മുഹമ്മദെ നിനക്ക് ഞാൻ വഹി നൽകിയിട്ടുണ്ട്. അള്ളാഹ് പറയാം, വലക്കത് ഊഹിയ ഇലൈക്ക വ ഇലല്ലദീന മിൻ ഖബ്ലിക, നിനക്കും നിനക്ക് മുമ്പ് വന്ന സർവസ്വ പ്രവാചകന്മാർക്കും വഹി നൽകിയിട്ടുണ്ട്. എന്ത്? ലഇൻ അശ്റക്ത, മുഹമ്മദെ നിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും നിലക്ക് അള്ളാഹു അല്ലാത്തവരുള്ള പ്രാർത്ഥനയോ നേർച്ചകളോ വഴിപാടുകളോ അങ്ങനെയുള്ള ഏത് നിലക്കുള്ള ശിർക്ക് നിന്റെ ഭാഗത്തുനിന്ന് വന്നാലും ലയഹ്ബത്തന്ന അമലുക്ക, നിന്റെ ബാക്കി എല്ലാ സൽക്കർമ്മങ്ങളും പൊളിഞ്ഞു പോകും. അങ്ങനെ ബാക്കിയുള്ള എല്ലാ അമലും പൊളിഞ്ഞു. ഒരാൾ മൊഹീദ്ദീൻ ഷേഖെ കാക്കണേ എന്ന് ദുആ ചെയ്താൽ ഓൻ്റെ ബാക്കിയുള്ള എല്ലാ അമലും പൊളിഞ്ഞു, അള്ളാൻ്റെ അടുത്തില്ല, എല്ലാം പോയി, ഡിലേറ്റ് ആയിപ്പോയി. അത് മാത്രമല്ല, വലതകൂനന്ന മിനൽ ഖാസിരീൻ, മുഹമ്മദെ നീ പരലോകത്ത് ഏറ്റവും കൂടുതൽ നഷ്ടകാരികളിൽ നീ ആയിരിക്കും ഉണ്ടാകുക. ആര്? മുഹമ്മദ് നബിയോടാണ് പറഞ്ഞത്. ലഇൻ അശ്റക്ത, മുഹമ്മദെ നിന്റെ ജീവിതത്തിൽ ശിർക്ക് വരികയാണെങ്കിൽ, അതാണ് നിങ്ങൾ അറിയേണ്ടത്. ഇനി എല്ലാ പ്രവാചകന്മാരും തൗഹീദിലേക്കാണ് ക്ഷണിച്ചു തരണമല്ലോ. വിശുദ്ധ ഖുർആൻ മഹാനായ ഈസാ നബി, അതായത് യേശുക്രിസ്തു ആരോടാ വിളിക്കാൻ പറഞ്ഞത്, പ്രാർത്ഥിക്കാൻ പറഞ്ഞത്? വിശുദ്ധ ഖുർആൻ പറയുന്നു, വഖാലൽ മസീഹ്, ഈസാ നബി പറയുന്നു, യാ ബനി ഇസ്രായേൽ, ഇസ്രായേൽ സന്തതികളെ, ഉബ്ദുല്ലാഹ്, നിങ്ങൾ അള്ളാഹിനെ മാത്രം ആരാധിക്കണം. ആരാണ് അള്ളാഹ്? റബ്ബി, എൻ്റെ റബ്ബാണ്, വ റബ്ബുക്കും, നിങ്ങളുടെയും. അപ്പോൾ ഉബ്ദുല്ലാഹ് റബ്ബി വ റബ്ബുക്കും, എൻ്റെയും നിങ്ങളുടെയും രക്ഷിതാവായ അള്ളാഹിനെ മാത്രമേ ആരാധിക്കാൻ. ആര് പറഞ്ഞതാ? യേശു.
കേട്ടോ. ഇന്നഹു എന്നിട്ട് പറയാ, ഇന്നഹു മൻ യുശ്രിക് ബില്ലാ. ഈസാ നബി സമൂഹത്തോട് പറഞ്ഞതാ, മൻ യുശ്രിക് ബില്ലാ, ആരെങ്കിലും അള്ളാഹിൽ പങ്കു ചേർത്താൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവന് സ്വർഗം ഹറാമായി. ഇനി സ്വർഗത്തിൽ കയറാൻ കഴിയില്ല. അമലെല്ലാം പൊളിഞ്ഞു, ഇനി സ്വർഗത്തിൽ കയറാൻ കഴിയില്ല. ആലോചിച്ചു നോക്കുക. നമ്മളെ സമൂഹത്തിൽ, നമ്മുടെ കുടുംബത്തിൽ എത്ര ആളുകളുണ്ട് ഇത്തരം ആളുകൾ, അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, നേർച്ച വഴിപാടുകൾ നടത്തുന്നല്ലേ ഒരുപാട് ആളുകളില്ലേ. അത്തരം ആളുകളോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം വിശുദ്ധ ഖുർആന്റെ ആയത്ത്. ഈസാ നബി പറഞ്ഞ എന്താണ്? വക്കാലൽ മസീഹ്. ഈസാ നബിക്ക് ഖുർആൻ ഉപയോഗിച്ച പ്രയോഗമാണ് മസീഹ്. യാ ബനി ഇസ്രായേൽ എഅ്ബുദുല്ല, നിങ്ങൾ അള്ളാഹിനെ മാത്രം ആരാധിക്കണം. ആ അള്ളാഹ് ആരാണ്? റബ്ബി വ റബ്ബുക്കും, നിങ്ങളുടെയും നിന്റെയും രക്ഷിതാവാ. ഇനി ഇന്നഹു മൻ യുശ്രിക് ബില്ലാ, കാര്യം ഒരാൾ അള്ളാഹുവിൽ പങ്കു ചേർത്താൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, സ്വർഗം അവന് ഹറാമായി. സ്വർഗം ഹറാമായി എന്ന് പറഞ്ഞിട്ട് നിർത്തിയില്ല. വ മഅ്വാഹുൻ നാർ, അവനെ നരകത്തിൽ അള്ളാഹു എത്തിക്കും. നരകോർപ്പായി. സ്വർഗം ഹറാമാന്ന് പറഞ്ഞാൽ അറാഫിലൂടെ നിൽക്കുക, പക്ഷെ അതും കഴിയില്ല. വ മഅ്വാഹുൻ നാർ, നരകം അവന് നിർബന്ധം. എന്നിട്ട് അള്ളാഹ് പറയാ വമാലിൽ ളാലിമീന മിൻ അൻസാർ, ശിർക്കാകുന്ന അക്രമം ചെയ്യുന്നവർക്ക് പരലോകത്ത് ഒരു സഹായം ഉണ്ടാവില്ല. ഒരു സഹായം. പക്ഷെ നമ്മൾ പറയുന്നതോ സഹായം ഉണ്ടാവുന്ന. ധാരാത് പഠിപ്പിക്കുന്നത് പുരോഹിതന്മാർ. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, അള്ളാഹുവിൻ്റെ ശാപം ലഭിച്ചവരാണ് അത്രക്കാർ. തൗഹീദിൽ നിന്ന് ജനങ്ങളെ വഴിപിഴപ്പിച്ച് ഷിർക്കിലേക്ക് കൊണ്ടുപോകുന്ന ആളുകൾക്ക് താക്കീതായിട്ട് അള്ളാഹു പറയുന്നു. ജൂത സമൂഹത്തിലും ക്രൈസ്തവ സമൂഹത്തിലുള്ള ആളുകൾ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, അതുപോലെ മുസ്ലിം സമൂഹത്തിലുണ്ട്. അത്തരം അങ്ങനെ തൗഹീദിൽ നിന്ന് ഷിർക്കിലേക്ക് ആളെ കൊണ്ടുപോകുന്ന ആളുകൾക്കുള്ള താക്കീതായി അള്ളാഹു പറയുന്നു, ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാത്തി വൽ ഹുദാ മിൻ ബഅദി മാ ബയ്യനാഹു ലിന്നാസ് ഫിൽ കിതാബ്. വിശുദ്ധ ഖുർആനിലൂടെ ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കാനും വ്യക്തമായ തെളിവുകളിലേക്കും പ്രമാണങ്ങളിലേക്കും ക്ഷണിക്കുവാൻ നാം ഇറക്കിയ വിശുദ്ധ ഖുർആനെ മറച്ചു വെക്കുന്നവർ. ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാത്ത്, വ്യക്തവും സുവ്യക്തവുമായി അള്ളാഹു നമ്മളോട് സംസാരിച്ച വിഷയങ്ങൾ മറച്ചു വെക്കുന്നവർ. അവരുടെ സ്ഥിതി എന്താ? ഉലായിക യൽഅനുഹുമുല്ലാഹ്, അള്ളാഹു അവരെ ശപിച്ചിരിക്കുന്നു. അള്ളാഹിന്റെ ഖുർആനിലുള്ള ഒരു കാര്യം ഒരാൾ മറച്ചു വെച്ചിട്ട് തൻ്റെ തന്നിഷ്ടത്തിന്, സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി പല നിലക്കും അള്ളാഹുവിൽ നിന്ന് ജനങ്ങളെ അകറ്റിക്കൊണ്ടുപോകുന്ന ആളുകളെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. വയൽഅനുഹുമുൽ ലായിനൂൻ, സത്യം മനസ്സിലാക്കിയ ആളുകളും ഈ അസത്യത്തിൽ കുടുങ്ങിപ്പോയ ആളുകളും നാളെ പരലോകത്ത് വെച്ച് ഈ പുരോഹിതന്മാരെ ശപിക്കും. യൽഅനുഹുമുൽ ലായിനൂൻ, ശപിക്കുന്നവരും ശപിക്കും. അള്ളാഹു ശപിക്കും. പുറമെ ഈ വലയിൽ കുടുങ്ങിപ്പോയ ആൾക്കാരില്ലേ, അവരും പരലോകത്തും ശപിക്കൂലേ? നിങ്ങളെ ഉപദേശം കേട്ടിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. ഞാൻ ഹജ്ജിന് പോയപ്പോൾ അജ്മീർ കൂടെ പോയത് നിങ്ങൾ പറഞ്ഞിട്ടാ, മടങ്ങി വരുമ്പോൾ നാഗൂർ കൂടെ വന്നത് നിങ്ങൾ പറഞ്ഞിട്ടാ, പറയില്ലേ? ശപിക്കും. അതാ ഖുർആൻ പറഞ്ഞത്. ഇത്രയും വ്യക്തമായി പറഞ്ഞ കാര്യം ആർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കാൻ? ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി അള്ളാഹ് പറഞ്ഞതാണ്. എന്നിട്ട് പറയാം, ഇനി ഈ പുരോഹിതന്മാരെ ശിക്ഷിക്കാതിരിക്കണമെങ്കിൽ, ഈ പുരോഹിതന്മാർ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഔലിയാക്കന്മാരാണ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല, ഖുതുബയാണ്. അതുകൊണ്ട് കാരണം ഭാഷക്ക് അതിൻ്റേതായ സൗകര്യങ്ങൾ ഉണ്ടാവണം, അതിൻ്റെ സുഖം കിട്ടൂല. കാരണം അത്രയും മോശപ്പെട്ട, മനുഷ്യൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന പദങ്ങളാണ് അള്ളാഹ്ക്കെതിരിൽ സംസാരിക്കുന്നത്. അപ്പോൾ അള്ളാഹ് പറയാ, അത്തരക്കാരായ ആളുകൾ, ഏത് ശിർക്കിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചു കൊണ്ടുപോയി തൗഹീദിൽ നിന്ന് അകറ്റിക്കളഞ്ഞ, നമ്മളിപ്പോൾ നിൽക്കുന്ന മാസം ഹജ്ജിൻ്റെ മാസമാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജീവിതം മുഴുവൻ തൗഹീദിന് വേണ്ടി പണിയെടുത്തു. അവസാനം ഈ കാലഘട്ടത്തിലും ആളുകൾ ഹജ്ജിന് പോകുന്ന കോല ഞാൻ പറഞ്ഞത് വിശദീകരിച്ച്. അപ്പം അള്ളാഹ് പറയാം, എന്ത് വേണം അവർക്ക്? ഈ അള്ളാഹിൻ്റെ ശാപത്തിൽ നിന്ന് അവരൊഴിയണമെങ്കിൽ, ശാപം വന്നാൽ എന്താണല്ലോ പറയാം, അവരൊഴിയണമെങ്കിൽ അള്ളാഹ് പറയാം, ഇല്ലല്ലതിന് തൗബ ചെയ്യണം. ആദ്യം ചെയ്യേണ്ടതാ. ഈ പുരോഹിതന്മാർ അള്ളാഹിനോട് തൗബ ചെയ്യണം. ഇല്ലല്ലതിന് അങ്ങനെ തൗബ ചെയ്തിട്ട് എവിടെയെങ്കിലും ഇരുന്നാൽ പോരാ. വാസ്ലഹു, പിന്നീട് ജീവിതം നന്നാക്കണം. അതായത് പറഞ്ഞ ഷിർക്കിനെതിരിൽ തൗഹീദ് പറയണം. എത്ര ഷിർക്ക് പറഞ്ഞോ, ഏതെല്ലാം ജാറങ്ങളിലേക്ക് ആളെ കൊണ്ടുപോയോ, അതിൽ നിന്നെല്ലാം വ്യക്തമായ ജീവിതം കൊണ്ടയാളും അവർ മറുപടി പറയണം. വാസ്ലഹു, തീർന്നില്ല.
തൗബ ചെയ്താൽ പോരാ, ജീവിതം കൊണ്ട് കർമ്മ രംഗത്ത് നന്നായാൽ പോരാ. വബയ്യനു, ഇതുവരെ ചെയ്തതെല്ലാം പറഞ്ഞതെല്ലാം ശിർക്കായിരുന്നു എന്ന് വ്യക്തമാക്കണം. ബയ്യനു. അങ്ങനെ പല മുസ്ലിയാക്കന്മാരും എന്തായാലും ഇസ്ലാമിലേക്ക് ജനങ്ങൾ ക്ഷണിക്കുമ്പോഴല്ലേ ഇത്തരം ആളുകളെ കുറിച്ച് ഖുർആൻ എന്താ പറഞ്ഞത്? വമൻ അദ്ലം, ആരാണ് ഏറ്റവും വലിയ അക്രമി? മിമ്മൻ ഇഫ്തറാ അലല്ലാഹിൽ കദിബ വഹുവ യുദ്ആ ഇലൽ ഇസ്ലാം, ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നതിനിടയിൽ അള്ളാഹുവിൽ പങ്കു ചേർക്കാൻ ആളുകളെ ക്ഷണിക്കുന്ന പുരോഹിതന്മാർ, അവരെക്കാൾ വലിയ അക്രമി ആരാണ്? വമൻ അദ്ലം മിമ്മൻ ഇഫ്തറാ അലല്ലാ, അള്ളാന്റെ പേരിൽ കെട്ടി ഉണ്ടാക്കുക. കദിബ്, കളവ് അള്ളാന്റെ പേരിൽ കെട്ടിണ്ടാക്കുക. എപ്പോ? വഹുവ യുദ്ആ ഇലൽ ഇസ്ലാം, ഇസ്ലാമിലേക്ക് ജനങ്ങൾ ക്ഷണിക്കുന്നവർ ഉണ്ടോ? അതാരാ? ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നതിനിടയിൽ അള്ളാന്റെ പേരിൽ കളവുകൾ കെട്ടി ഉണ്ടാക്കി പറയുന്നവരാരാ? അവര് തൗബ ചെയ്താൽ പോരാ, അവര് വ്യക്തമാക്കണം എല്ലാ ശിർക്ക് ചെയ്തതും എല്ലാ ബിദ്അത്തിലേക്ക് ക്ഷണിച്ചതും ഒക്കെ. ഇപ്പൊ തന്നെ നമുക്കറിയാം, ഇപ്പൊ ഈ ദുൽഹിജ്ജ 1 മുതൽ 10 വരെ സൂറത്തുൽ ഫജ്ർ ഓതിയാൽ എന്ന് പറഞ്ഞിട്ടൊക്കെ പല ഇതുങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? കണ്ടില്ലെങ്കിൽ ഞാൻ പ്രചരിപ്പിക്കുന്നില്ല. എന്തായിരുന്നാലും കോടിക്കണക്കിന് പ്രതിഫല പറയുന്നുണ്ട്. അള്ളാഹു റസൂൽ പറഞ്ഞില്ല. അതുപോലെ സൂറത്തുൽ ഹജ്ജ് ഈ 10 നാളുകളിൽ ഓതിയാൽ കിട്ടുന്ന പ്രതിഫലം. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത കുറെ കാര്യങ്ങൾ പഠിപ്പിക്കാൻ ഇത്തരം പുരോഹിതന്മാർ. തൗബ ചെയ്താൽ മാത്രം പോരാ, അള്ളാന്റെ ശാപത്തിന് രക്ഷപ്പെടണമെങ്കിൽ തൗബ ചെയ്താൽ പോരാ, അവർ കർമ്മരംഗത്ത് നന്നായാൽ പോരാ, പിന്നീടുള്ള ജീവിതത്തിൽ അവർ അതുവരെ പറഞ്ഞ എല്ലാ തെറ്റുകളും എല്ലാ ശിർക്കും ബിദ്അത്തും ജനങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കണം. വബയ്യനു ഫൗലൈക തൂബു അലൈഹിം, അത്തരക്കാരുടെ തൗബ അല്ലാഹു സ്വീകരിക്കും. കാരണം എന്താ? വാന തൗവാബുർ റഹീം, ഞാൻ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണാവാരിധിയുമാണ്, അതുകൊണ്ട് ഞാൻ സ്വീകരിക്കും. അതിനെന്തൊക്കെ വേണം? ഇപ്പൊ നമ്മളൊക്കെ ആണെങ്കിൽ തെറ്റിയത് എന്ത് മതി? തെറ്റിൽ നിന്ന് പിന്മാറുക അല്ലെ? തെറ്റിൽ ഖേദമുണ്ടാകുക, ഇനി ആ തെറ്റ് ആവർത്തിക്കൂല അറിയാം, അപ്പൊ തൗബായി. പക്ഷെ ഒരു പുരോഹിതൻ അത് പോരാ, അയാളുടെ കർമ്മവീതി നന്നാക്കിയാൽ മാത്രം പോരാ, അയാൾ ഇതുവരെ ചെയ്ത എല്ലാ തെറ്റും സമൂഹത്തോട് വിളിച്ചു പാടും. ഞാൻ ഇന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇന്ന ജാറത്തിലേക്ക് പോയ അത്ര കൂലിയിൽ പറയുന്നുണ്ട്, അള്ളാന്റെ റസൂലിനെ സ്വപ്നം കണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പലജാതി കള്ളത്തിലാ പറയാ. ഈ പറഞ്ഞതൊക്കെ തെറ്റായിരുന്നു എന്ന് കൂടി പറയണം കേട്ടോ. ഇതൊന്നും തൗബയൊന്നും ചെയ്യാതെ ഈ പുരോഹിതൻ മരിച്ചു നിൽക്കുക. ആ മരിച്ചാലുള്ള അവസ്ഥ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ 159 ആയത്തെടുത്ത് നിങ്ങൾ ജുമാ കഴിഞ്ഞ് നോക്കുകയുണ്ട് കേട്ടോ. എന്താ പറഞ്ഞറിയോ? ഇന്നല്ലദീന കഫറു, ഈ തൗബൊന്നും ചെയ്യാത്ത ആളുകൾ വ മാതു വഹും കുഫാർ, അവർ മരിക്കുക കാഫറായിട്ടാണ്. ഇങ്ങനെ എത്ര ഗൗരവ! വ മാതു വഹും കുഫാർ ഉലൈക അലൈഹിം ലഅനത്തുല്ലാഹ്, അവരുടെ മേൽ അള്ളാന്റെ ശാപമുണ്ട്. വൽ മലായികത്തി, മലക്കുകളുടെ ശാപമുണ്ട്. മലക്കുകൾ ശപിക്കുകയാണ് ഇവരെ, അള്ളാഹു ശപിക്കുകയാണ് ഇവരെ. വന്നാസി അജ്മഈൻ, നന്മയെ സ്നേഹിക്കുന്ന മുഴുവൻ വിശ്വാസികളും ഇത്തരക്കാരെ ശപിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അള്ളാഹ് പറയാ വമൻ യൽഅനില്ല, അള്ളാഹു സൂറത്തുൽ നിസായിൽ പറയുന്നു വമൻ യൽഅനില്ല, ആരെങ്കിലും അള്ളാഹു ശപിച്ചാൽ ഫലൻ തജിദ ലഹു നസീറാ, അവന് പിന്നെ പരലോകത്തൊരു സഹായം ഉണ്ടാവില്ല അള്ളാഹ് ശപിച്ചാക്ക്. അപ്പൊ അള്ളാഹു ശപിക്കുന്നതിന്റെ കാരണങ്ങളും ആണ് ഇപ്പൊ പറഞ്ഞത്. അള്ളാഹ് ശപിക്കുന്നതിന്റെ കാരണം എന്താ? കാരണം ഇപ്പൊ പറഞ്ഞത് അള്ളാഹു ശപിക്കുന്നതിന്റെ ഒന്നാമത്തെ കാരണം അള്ളാഹ് ഖുർആനിൽ ഇറക്കിയത് മറച്ചു വെക്കുക, എന്നിട്ട് അള്ളാഹ് പറയാത്ത ജനങ്ങളുടെ മുമ്പ് പറയാം അല്ലെ? അത്തരക്കാർ അള്ളാഹു ശപിച്ചിരിക്കുന്നു. ഇനി അവർ തൗബ ചെയ്യാൻ എന്ത് വേണം? ജീവൻ നന്നാക്കണം. പോരാ, തൗബ ചെയ്താൽ പോരാ, ജീവൻ നന്നാക്കിയാൽ പോരാ, തെറ്റുകൾ അതുവരെ പറഞ്ഞ് ജനങ്ങളുടെ മുമ്പിൽ പ്രചരിപ്പിച്ചത് വ്യക്തമാക്കണം. ഞാൻ പറഞ്ഞത് തെറ്റായിരുന്നു. ഇപ്പൊ എത്രയോ ആളുകളോട് പറയും, നിങ്ങൾക്ക് കച്ചവടത്തിന് പല ചാനലിൽ വരെ ഉണ്ടാവാറുണ്ടല്ലേ, നമുക്ക് ഒരുപാട് കോടികൾ ഉണ്ടാക്കാനുള്ള പല സംവിധാനങ്ങളും, അത് പറയുന്നവന്റെ കയ്യിൽ ഇത് കുറെ ഉണ്ട്. എന്നിട്ട് ഓനക്കത് വിറ്റിട്ട് വേണം ഉണ്ടാക്കാൻ, പൈസ ഉണ്ടാക്കാൻ. എന്നിട്ട് അതിന് കുറെ ആളുകൾ വന്നിട്ട് പറയാം, കല്യാണം കഴിയാണ്ട ബുദ്ധിമുട്ട് കഴിഞ്ഞ് അപ്പത്ത് വാങ്ങി, അതിനുശേഷം കല്യാണം നടന്നു, ക്യാൻസറായിരുന്നു, ഇത് കെട്ടി, ഉറുക്ക് കെട്ടി, ഇങ്ങനെ തങ്ങൾക്ക് തന്ന ഉറുക്ക് കെട്ടി, ക്യാൻസറിലേക്ക് പോയി. എന്താ പറയാ? അത്തരം അള്ളാന്റെ പേരില് ഖലാ ഖദർ പോലും പഠിക്കാത്ത കുറെ മുസ്ലിങ്ങൾ അള്ളാന്റെ ഖദറിനെ പറ്റി, വിധിയെപ്പറ്റി, അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ കുറിച്ച്, അള്ളാഹുവിൽ നിന്നാണ് അൽ ഖൈറു വശർറു മിനല്ലാഹ് ആദ്യം പഠിക്കേണ്ട ആരാ? ഒരു ഖൈർ നിങ്ങൾക്ക് വന്നാൽ
അതും അള്ളാഹിരുന്ന, ഷെറ് വന്നാൽ അള്ളാഹിരുന്ന. പക്ഷെ ഷെറ് വന്നാൽ ഖൈറ് വന്നാൽ നിങ്ങൾ അള്ളാഹിലേക്ക് വെച്ചോളി. ഇപ്പൊ നിങ്ങളെ കച്ചവടം ഉസ്സാറായാൽ അല്ലെങ്കിൽ നിങ്ങളെ കുടുംബം മനോഹരമായി ജീവിച്ചാൽ അത് ഖൈറാണ്, അത് മീനല്ല. ഷെറിനെ നിങ്ങൾ അള്ളാഹിലേക്ക് കൊടുക്കണ്ട. പകരം പണ്ഡിതന്മാർ പറയേണ്ട അറിയോ, അശ്ശറു ഫലി നഫ്സിക്, എന്റെ നഫ്സിന്റെ, എന്റെ സ്വന്തം ശരീരത്തിന്റെ പ്രവർത്തന. ഷെറ് വരുന്നതൊക്കെ നിന്റെ പ്രവർത്തന. നമ്മൾ ഖൈറും ഷെറും അള്ളാഹുവിൽ നിന്ന് പഠിച്ചാൽ പോരാ, അത് രണ്ട് തരത്തിലതിന് പഠിക്കണം. ഒന്ന് ഖൈറ് വരുമ്പോൾ അള്ളാഹുവിലേക്ക് ചേർക്കുക, ഷെറ് വരുമ്പോൾ അതെന്റെ സ്വന്തം പ്രവർത്തനമാണ്. നിങ്ങൾ നോക്കേണ്ടി ഓരോ അപകടം വരുന്നതിന്റെ കാരണങ്ങൾ അല്ലേ, എന്തെല്ലാം. ഇപ്പൊ ചില കാറുകളൊക്കെ നിന്ന് കത്താറുണ്ട്. കാരണം പറഞ്ഞപ്പോ എന്താ, ഫാക്ടറി ഇറക്കിയ കാറിൽ എന്ത് ചെയ്യും, പല മോഡിഫിക്കേഷൻ നടത്തി അതിന്റെ ഒരുപാട് ഇലക്ട്രോണിക് സൗകര്യങ്ങൾ അല്ലേ, ഇതൊക്കെ ആക്കി. ഇപ്പൊ ചില പ്രീക്കൻ കുണ്ടന്മാരില്ലേ, കാറിന്റെ അകത്ത് സ്വിമ്മിംഗ് പൂള്, ഇതൊക്കെ കത്തണം. എന്നിട്ട് അത് കണ്ടിട്ട് ഖൈറും ഷെറും അല്ലാണ്ടിരുന്നല്ലേ, ആ ഷെറുവാനെ കൊണ്ട് ചോദിച്ചാൽ അള്ളയാണ് അല്ലട്ടോ. നിങ്ങൾ ഇനി പറയരുത്, ഖൈറ് അള്ള ചെയ്യിപ്പിച്ചതാ, ഷെറോ അത് നിങ്ങളുടെ, മറക്കണ്ട. ഇതൊക്കെ വിശ്വാസപരമായി നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ അപവർത്തിക്കപ്പെടും. അവിടെയാണ് നിങ്ങൾ അള്ളാനെ പിന്നെ നിഷേധികളായി മാറുക. ഇതൊക്കെ അല്ല തന്ന. ചിലർ പറയില്ലേ, കള്ളുടിച്ചിട്ട് കുടിക്കാൻ അല്ല പറഞ്ഞിട്ടാ, അല്ല തീരുമാനിച്ചിട്ടില്ലേ കുടിച്ച്, അല്ലെ ഇന്നെ പള്ളിക്കലിന്റെ പ്രസിഡന്റ് ആക്കിയാ പോയോ, ഞാൻ കള്ളുഷാപ്പ് പോകാനെന്താ, അത് എന്റെ സ്വന്താ, നീ പഠിക്കണം. നീ തമ്മാടിയായി നിന്റെ ബോണായിട്ട് നിനക്ക് കിട്ടിയതാ. അത് ചിലപ്പോൾ നിന്റെ കുടുംബത്തിലോ ബന്ധുക്കളിലോ അമ്മമാരോ എളാപ്പാരോ അങ്ങനെ പലരും ഉണ്ടാവും. ബോണായിട്ട് കിട്ടുന്ന ടാലന്റ് ഉണ്ട്. നല്ലതും കിട്ടും ചീത്തയും കിട്ടും. അത് പോളപ്പറ്റുന്നതിന്റെ മുമ്പ് നീ ആലോചിക്കണം. അള്ളാനെ കുറ്റം പറയണ്ട, അള്ളാനെ ഞാൻ അങ്ങനെ ആക്കിയെന്ന് പറയണ്ട കേട്ടോ. അതായത് നമുക്ക് നോക്കാം, ഈ വിഷയം തന്നെ നിങ്ങൾ പഠിച്ചു നോക്കാം. അപ്പോ അള്ളാഹു ശപിച്ചാൽ പിന്നെ ഒരു രക്ഷയില്ല കേട്ടോ. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഒരുപാട് നന്മകൾ നമുക്ക് പരിശോധിച്ചാൽ കാണാൻ കഴിയും. ഈ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുന്ന ആളുകൾ അവര് മനസ്സിലാക്കുന്നില്ല അള്ളാഹു ഇതുകൊണ്ട് ഉണ്ടാക്കുന്ന പ്രയാസം എന്താണ്. അള്ളാഹ് പറഞ്ഞൊരു ഒന്നുകൂടി കേട്ടോളി നിങ്ങൾ, സൂറത്തുൽ മാഇദയിലെ, കുൽ നബിയെ പറയുക, ഹൽ ഉനബ്ബിഉകും ബിശർരിൻ മിൻ ദാലിക മസൂബ, പരലോകത്തെ ഏറ്റവും പ്രയാസകരമായ ശിക്ഷ അനുഭവിക്കുന്നവരെ കുറിച്ച് നബി ഒന്ന് പറഞ്ഞു കൊടുത്താളി. അതാരാ? മൻ ലാനഹുല്ലാ, അള്ളാഹു ശപിച്ചവരാണ്. നമ്മൾ നേരത്തെ ശപിക്കാൻ കാരണം പറഞ്ഞു, ഒരു കാരണം നമ്മൾ പറഞ്ഞു, അത് ശപിച്ച ആളുകളെ പരലോകത്തെ ഏറ്റവും ബിശർരിൻ മിൻ ദാലിക മസൂബ, ഏറ്റവും മോശപ്പെട്ട മസൂബത്താണ് ശിക്ഷ ഉണ്ടാകുക. എന്നിട്ട് പറഞ്ഞാൽ അറിയോ, വളിബല്ലാഹു അലൈഹിം, അള്ളാഹു അവരുടെ മേൽ കോപിക്കുകയുണ്ട്. വജഅല മിൻഹുൽ ഖറദത വൽ ഖനാസിർ വഅബദ താഊത്ത്, അത്തരം ആളുകളെ മുൻകാലങ്ങളിൽ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ച ആളുകളെയും അതുപോലുള്ള ആളുകളൊക്കെ അള്ളാഹുവിന്റെ മുൻകാലങ്ങളിൽ കൊരങ്ങുകളായും ഖിറദത്തുകളായും ഖനാസിർ പന്നികളായും അള്ളാഹു കോലം മാറ്റിയിട്ടുണ്ട്. ഖുർആനിൽ അല്ലാഹു പറഞ്ഞതാണ്. ഇസ്രായേലി പണ്ഡിതന്മാരായ ആളുകൾ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു, താകൂത്തുകളെ, അള്ളാഹു അല്ലാത്ത പരശതം ശക്തികളെയും വ്യക്തികളെയും വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളെ അള്ളാഹു മുൻകാലങ്ങളിൽ കൊരങ്ങുകളാക്കിയിട്ടുണ്ട്, പന്നികളാക്കിയിട്ടുണ്ട്. എന്നിട്ട് പറയാം, വഅളല്ലു അൻ സവാഇ സബീൽ, അവർ നേർമാർഗത്തിൽ നിന്ന് ഏറ്റവും വഴിവേച്ചവരാണ്. ആര്? അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ ഏറ്റവും വലിയ ശിക്ഷ കിട്ടുന്നവരാണ്, നേർമാർഗത്തിന് ഏറ്റവും വഴിവേച്ചവരാണ്. അള്ളാഹ് തുടർന്ന് പറയുന്നു, വമൻ അളല്ലു മിമ്മൻ യദഉ മിൻ ദൂനില്ലാ, അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെക്കാൾ അളല്ല് വഴിവേച്ചവനാരാണ്? ഇതൊക്കെ ഖുർആനിൽ ഈ പുരോഹിതന്മാർ ഓർമ്മില്ലേ? വമൻ അളല്ലു മിമ്മൻ യദഉ, ദുആ ചെയ്യുന്നവരെക്കാൾ, മിമ്മൻ യദഉ മിൻ ദൂനില്ലാ, അള്ളാഹു അല്ലാത്തവരെ ഒരു ദുആ ചെയ്യുന്നവരെക്കാൾ വഴിവേച്ചവരാരുണ്ട്? വമൻ അളല്ല്, നേരത്തെ പറഞ്ഞു വമൻ അളലം, ആരാണ് ഏറ്റവും വലിയ അക്രമി? ഇപ്പൊ പറയുന്ന ഏറ്റവും വലിയ വഴിവേച്ചവൻ ആരാണ്? വമൻ അളൽ മിമ്മൻ യദഉ മിൻ ദൂനില്ലാ മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ ഉത്തരം തരൂല. ഖിയാമത്ത് നാൾ വരെ ഉത്തരം തരാത്തവരോടാണ് ദുആ ചെയ്യുന്നത്. എന്നിട്ടെന്താ പറഞ്ഞത്? വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ, നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ടല്ലോ, ഔലിയാക്കന്മാർ, തങ്ങന്മാർ, ഖബറിലും ജാറങ്ങളിലും കിടക്കുന്നവർ, അവര് അൻ ദുആഇഹിം ഗാഫിലൂൻ, അവർ അശ്രദ്ധരാണ്. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് അവർ ശ്രദ്ധിക്കാൻ കഴിയില്ല, അവർ മരിച്ചവരാ. ഇനി എന്താ അല്ലാഹ് പറഞ്ഞുണ്ട്? ഇതൊക്കെ അല്ലാഹ് ഖുർആനിൽ പറഞ്ഞിട്ട് ഇതൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനുള്ള കഴിവുകൾ നമുക്കുണ്ട് ഇല്ലേ? പക്ഷെ എന്നാലും നമ്മൾ എന്ത് ചെയ്യും? എന്നാലും ഓല് പറഞ്ഞതല്ലേ,
എന്നാലൊന്ന് അജ്മീർ കൂടെ പോയി നോക്കല്ലേ, അല്ലെങ്കിൽ ആ ഉറുക്കൊന്ന് കെട്ടി നോക്കല്ലേ. കച്ചവടം വളരെ മോശമാണ്. നമ്മൊരു കാര്യം ചെയ്താലോ, ഒരു യാസീൻ എഴുതി തകിടിൽ കുത്തിയിട്ട് എരിയിട്ട് അതൊന്ന് വളച്ച് കെട്ടിയിട്ട് മേശൻ്റെ ഉള്ളിൽ കൊണ്ടുവച്ചാലോ കച്ചവടം വരും. മനസ്സിലായോ? ഇവനെയൊക്കെ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ ആലോചിച്ച് നോക്കി. അള്ളാഹു പറയുന്നു, ഇത്തരം ആളുകളെ പരലോകത്ത് ഹാജരാക്കുന്ന ഒരു രംഗം ബേജാറായിപ്പോവും. സൂറത്ത് ഫുർഖാനിൽ അല്ലാഹ് പറയാം, ഏത് മനസ്സാക്ഷിയുള്ളവനും കിടിലം വന്നു. പ്രവാചകന്മാർ മുഴുവനും ഈ ആദർശത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചു. ത്യാഗത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ, അതിന്റെ പേരിലാണ് ഇപ്പൊ നമ്മൾ ബലിപെരുന്നാൾ ആഘോഷിക്കാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത പെരുന്നാൾ ദിവസം പറയാം, ഇൻഷാ അല്ലാഹ് വിധിയുണ്ടെങ്കിൽ, അല്ലേ? അപ്പം ഞാൻ പറയുന്നത്, നാളെ പരലോകത്ത് ഈ ഔലിയാക്കന്മാരെയും തങ്ങന്മാരെയും അവരെ വിളിച്ചു പാർച്ചവരെയും അവർക്ക് നേർച്ചകളും വഴിപാടുകളും നടത്തിയവരെയും ഒക്കെ ഒരുമിച്ച് കൂട്ടുന്ന ഒരു രംഗം ഖുർആൻ സൂറത്ത് ഫുർഖാനിൽ വിശദീകരിക്കുന്നു. കേട്ടോളൂ. വയൗമ യഹ്ശുറുഹും, അവരെ ഒരുമിച്ച് കൂട്ടുന്ന ദിവസം. വമാ യഅ്ബുദൂന മിൻ ദൂനില്ല, അള്ളാഹുവിനെ കൂടാതെ പ്രാർത്ഥിച്ചവരെയും ഇബാദത്ത് ചെയ്തു, അള്ളാഹിനെ കൂടാത്തവർക്ക് ഇബാദത്ത് ചെയ്തവരെയും ഇബാദത്ത് സ്വീകരിക്കപ്പെട്ടവരെയും ഔലിയാക്കന്മാരെയും അവരെയൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് അള്ളാഹു ചോദിക്കും ഔലിയാക്കന്മാരുടെ ചോദ്യം. ഔലിയാക്കന്മാരുടെ ചോദ്യം കേട്ടോ. ഫയഖൂൽ, എന്നിട്ട് അള്ളാഹു ചോദിക്കും ഔലിയാക്കന്മാരോട്, എന്ത്? അഅൻതും അളലൽതും ഇബാദി, എന്റെ ഈ പാവപ്പെട്ട ദാസന്മാരെ ശിർക്കിലേക്ക് കൊണ്ടുപോയത് നിങ്ങളാണോ? അഅൻതും അളലൽതും, ഇവരെ വഴിവഴിപ്പിച്ചത് നിങ്ങളാണോ? അങ്ങനെ അഅൻതും അളലൽതും ഇബാദി, എന്റെ ദാസന്മാരെ, എന്റെ ഇബാദി എന്റെ ദാസന്മാർ, എന്നെ വിളിച്ച് പ്രാർത്ഥിക്കേണ്ട ആളുകളെ ജാറങ്ങളിലേക്കും മഖബറിലേക്കൊക്കെ കൊണ്ടുപോയത് നിങ്ങളാണോ? അഅൻതും അളലൽതും ഇബാദി ഹൗലായി അംഹും ലല്ലു സബീൽ അംഹും, അതോ അവർ ലല്ലു, അവർ സ്വയം വഴിവെച്ചതാണോ? നേർമാർഗത്തിന് പേച്ചു പോയതാണോ? അതോ നിങ്ങൾ വേപ്പിച്ചതാണോ? ഇനി ഇതിനുള്ള മറുപടി ഈ പറഞ്ഞ ഔലിയാക്കന്മാരാരും ഇവരോട് നിന്നോട് പ്രാർത്ഥിച്ചു ജീവിതത്തിൽ ഒരിക്കൽ പോലും പറഞ്ഞില്ല കേട്ടോ. അതിന്റെ മറുപടി ആയിട്ടാണ് ഖുർആൻ പറയാം. ഇതൊക്കെ നമ്മൾ ഓതിപ്പോണ്ട്. കാലു, അവർ പറയുന്നു, സുബ്ഹാനക, പടച്ചവനെ നീ പരിശുദ്ധനാണ്. മാക്കാന യംബഗീലനാൻ നത്തഖിദ മിൻ ദൂനിക മിൻ ഔലിയാ, നിന്നെ കൂടാണ്ട ഒരു ഔലിയാനെ ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കൽ ഞമ്മക്ക് പറ്റിയ പണിയല്ല. മാക്കാന യംബഗീലന, ഞങ്ങൾക്ക് ചോദിച്ച പണിയല്ല. എന്ത്? ഇവർക്കൊരു ഔലിയ ഉണ്ടാക്കൽ. മാക്കാന യംബഗീലന മിൻ ദൂനിക, നിന്നെ കൂടാ നത്തഖിദ മിൻ ദൂനിക, നിന്നെ കൂടാതെ മിൻ ദൂനിക ഔലിയാ, ഔലിയാക്കന്മാരുതാ, അല്ലാണ്ട് എന്തല്ല വിഗ്രഹങ്ങളല്ല. മിൻ ദൂനിക മിൻ ഔലിയാ, നിന്നെ കൂടാതെ ഔലിയാക്കന്മാരെ ഉണ്ടാക്കി കൊടുക്കൽ ഞങ്ങളെ പണിയല്ല. പിന്നെ എന്താ കാരണം? ഒരു പറയാ വലാക്കിൻ, എന്നാൽ മത്തയത്തവും നീ അവരെ സുഖിപ്പിച്ചു. പടച്ചോണ്ട് ഒരു പറയാ, നീ സുഖിപ്പിച്ചു. എന്താ സുഖിപ്പിച്ച്? അല്ലാഹ്. ഇപ്പൊ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് നീ സുഖം കൊടുത്ത് അപ്പൊ തന്നെ ശിക്ഷിച്ചതല്ലോ, ജാരത്തിലേക്ക് പോകുമ്പോ തന്നെ ശിക്ഷിച്ചതല്ലോ. ഓർക്ക് ഭയം വരില്ലേ? പക്ഷെ നീ സൂചിപ്പിച്ചു. ഓർക്ക് അവന് കൊടുത്തില്ല. അതിന്റെ സൂചിപ്പിക്കാൻ കാരണം അല്ലാഹ് റഹ്മാനാണ്. അള്ളാഹു അത്ര റഹ്മത്തുള്ള ആളാണ്. അള്ളാഹു നിരീശ്വരവാദിക്കും അള്ളാഹിനെ ധിക്കരിക്കുന്നവനും മുശ്രിക്കിനും കാഫറിനും മുനാഫിക്കിനും ഒക്കെ ദുനിയാവ് അള്ളാഹു ഒരു കോട്ടും വരുത്തൂല കേട്ടോ. അപ്പൊ എന്താ പറഞ്ഞത്? അവിടെയാണ് നമ്മളെ വിഷയം. വലാക്കിൻ മത്തയത്തവും ആബാഹും, അവരെ മാത്രമല്ല അവരെയും അവരുടെ പൂർവ്വപിതാക്കന്മാരെയും നീ സൂചിപ്പിച്ചു. അങ്ങനെ വക്കാനു കൗമംബൂറ, അങ്ങനെ ബോറടിക്കുന്ന നശിച്ച സമൂഹം ഇവിടെ ഉണ്ടായത് എന്ന് നാളെ മഹ്ശറയിൽ വെച്ച് ഔലിയാക്കന്മാർ റബ്ബിനോട് പറയും. ഇതൊക്കെ ഇപ്പ പറയുന്നവരോ? എന്തുകൊണ്ടാണ് ഇപ്പത് പറയാൻ കാരണം? തൗഹീദിന്റെ മാസമാണ് ഹജ്ജ് മാസം. അതുകൊണ്ട് തൗഹീദിന് അരക്കിട്ട് ഉറപ്പിച്ചില്ലേ ബുദ്ധിമുട്ടി പോകും. ഇവരിപ്പോ പറഞ്ഞെന്താ? നാളെ പരലോകത്ത് വെച്ചിട്ട് നമ്മൾ ഹാവുലായി ഷുഫാവുനായി ഉണ്ടല്ലാന്നല്ലേ, അള്ളാന്റെ അടുത്ത് ശുപാർശ ചെയ്യുന്നല്ലേ. നിങ്ങൾ കേൾക്കണോ? അള്ളാന്റെ റസൂൽ പറയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തങ്കമൊഴികളാണ്. ലികുല്ലി നബിയിൻ, എല്ലാ നബിമാർക്കും ഉണ്ട് ദഅവത്തും മുസ്തജാബ, ഒരു പ്രാർത്ഥനക്ക് അള്ളാഹു ഉത്തരം കൊടുക്കും. എല്ലാ നബിമാർക്കും, അത് അള്ളാന്റെ വാഗ്ദത്ത. എല്ലാ നബിമാർക്കും ചോദിക്കാം അള്ളാഹിനോട്, പരലോകം ചോദിക്കാം. ലികുല്ലി നബിയിൻ ദഅവത്തും മുസ്തജാബ ഫതഅജ്ജല കുല്ലു നബിയിൻ ദഅവത. മറ്റെല്ലാ നബിമാരും ദുനിയാവിൽ വെച്ച് തന്നെ അവർ ഓരോരുത്തരും അള്ളാഹിനോട് ആ പ്രാർത്ഥന നടത്തി. എന്നാലോ വൈന്നി ഇഖ്തബത്തു ദഅവത്തി, എന്റെ പ്രാർത്ഥന ഞാൻ മാറ്റിവെച്ചു. ശഫാഅത്തൻ ലി ഉമ്മത്തി യൗമൽ ഖിയാമ, എന്റെ ഉമ്മത്തിന് യൗമൽ ഖിയാമയിൽ വെച്ച് ശുപാർശ നടത്താൻ. എന്റെ ഉമ്മത്തിന് ശുപാർശ നടത്താൻ. എന്തിന്? എന്ത് ശുപാർശ? നരകത്തിലുള്ള ചോദ്യത്തിലാക്കാനുള്ളതല്ല.
വിചാരണക്കെടുക്കാൻ, ഒരു ചാൻ തലക്ക് മുകളിൽ തീത്തുപ്പുന്ന സൂര്യന്റെ ചുവൽ താഴെ അരക്കറ്റവും വിയർപ്പിൽ കഴുത്തറ്റവും നിൽക്കുന്ന സമയത്ത് പടച്ചോനെ ഒന്നുകിൽ സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ നരകത്തിലേക്ക് എന്ന് അല്ലാഹുവിനോട് ശുപാർശ ചെയ്യും. അത് ഒരു ശുപാർശ എല്ലാ പ്രവാചകന്മാർക്കുണ്ട്. എല്ലാ പ്രവാചകന്മാരും അത് ദുനിയാവിൽ വെച്ച് ഉപയോഗിച്ചു. അത് ഉപയോഗിച്ചൊക്കെ ചിലപ്പോൾ നിങ്ങൾ അറിയും അല്ലേ? ഇപ്പൊ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മകന് വേണ്ടി പ്രാർത്ഥിച്ചു അല്ലെ? ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉപ്പാക്ക് വേണ്ടിയിട്ടായിരുന്നു. ഓർമ്മയുണ്ടല്ലോ. അങ്ങനെ ഓരോ പക്ഷെ ഞാൻ എന്ത് ചെയ്തു, റസൂൽ എന്ത് ചെയ്തു, ഞാൻ ഇഖ്തബത്തുലി ഉമ്മത്തി, ഞാൻ എന്റെ ഉമ്മത്തിന് വേണ്ടി മാറ്റിവെച്ചതാണ്. അതെന്തിന്? ശുപാർശ നാളെ പറയാൻ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ബാക്കി കേട്ടോളി. ഫഹിയ നായിലത്തുൻ ഇൻഷാ അല്ലാഹ്, എന്റെ ശുപാർശ അല്ലാഹു ഉദ്ദേശിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. ആർക്ക്? മൻമാത്ത ഉമ്മത്തി, എന്റെ ഉമ്മത്തെന്ന് മരിക്കുന്നവർക്ക്. എങ്ങനെ? ലാ യുശ്രികു ബില്ലാഹി ശൈആ, അള്ളാഹുവിന്റെ ഒരു പങ്കു ചേർക്കലുമില്ലാതെ മരിച്ചുപോയ ആളുകൾക്ക് ഇൻഷാ അല്ലാഹ് എന്റെ ശുപാർശ കിട്ടും. ആ ശുപാർശ കിട്ടാനാണ് ഇപ്പൊ നിങ്ങൾ ബാങ്ക് കൊടുത്തവന്റെ അറിഞ്ഞില്ലേ? ചിലവന്റെ ആയിരുന്നു, ചിലവന്റെ ഓർമ്മയില്ല. എന്താ പ്രാവശ്യം? ആത്തി മുഹമ്മദ് വസീലത്തവൽ ഫദീല, മുഹമ്മദ് നബിക്ക് പടച്ചോനെ ആ പരലോകത്ത് വെച്ചുള്ള ശുപാർശ നടത്താനുള്ള സ്ഥാനം നീ കൊടുക്കണേന്ന്. എത്ര ആത്മാർത്ഥമായി വേർക്കണ്ട. പക്ഷെ നമ്മൾ വേർക്കണ്ട എങ്ങനെ? ചിലവന് വേർക്കലില്ല, അത് മൗലിക വേർന്നോട്ടെ, അങ്ങനത്തികളുണ്ട്. ചിലവർക്ക് വേർക്കാൻ അറിയില്ല, അപ്പൊ ചിലവർ ശുശുതാക്കും, ചിലവര് ഒന്നും ആക്കൂല, ഉണ്ടാണ്ടത്തിരിക്കും. പലജാതി മനുഷ്യന്മാരാ അല്ലെ? പെറ്റ അന്ന് മുതൽ പേരിട്ടു എന്നല്ലാണ്ട്, മുസ്ലിമിന്റെ പേരിട്ടു എന്നല്ലാണ്ട് ഇസ്ലാം എന്താന്ന് പഠിക്കുകയോ മനസ്സിലാക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്യാൻ ഭാഗ്യമില്ലാത്ത നിർഭാഗ്യവാന്മാർ കേട്ടോ. അതിന്റെ അർത്ഥം അറിയില്ല. ആത്തി മുഹമ്മദ് വസീലത്തുൽ ഫദീല വബഅസുഹു മഖാമൻ മഹ്മൂദ, അള്ളാഹുവിന്റെ പ്രവാചകൻ അള്ളാഹുവെ സ്തുത്യർഹമായ സ്ഥാനം നീ പരലോകത്ത് കൊടുക്കണേ. ഇതാതെ ആർക്കുണ്ട് കേട്ടോ. അപ്പൊ ആ പ്രാർത്ഥനയാണ് ഇപ്പൊ. ആ പ്രാർത്ഥനകൾ നിർവഹിച്ചോളി, ഇൻഷാ അല്ലാഹ് കിട്ടും. ആർക്ക്? മൻ മാത മിൻ ഉമ്മത്തി ലാ യുശ്രികു ബില്ലാഹി ശൈഅൻ, അള്ളാഹുവിൽ പങ്കു ചേർക്കാതെ മരിച്ചവർക്ക്. ഇപ്പൊ തൗഹീദ് പറഞ്ഞ വലിയ സംഗതി കേട്ടോ. അതിനാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അധ്വാനം മുഴുവൻ. അതാണ് മുവഹിദുകളായിക്കൊണ്ട് എല്ലാ ഹാജിമാരും നിർവഹിക്കുന്ന തൽബിയത്ത്. ഏതായിരുന്നാലും ശിർക്കില്ലാതെ മരിക്കാൻ അള്ളാഹിനോട് പ്രാർത്ഥിക്കുക 5 നേരവും. അള്ളാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞത്? മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ അന്ത്യമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ സാധിച്ചാൽ, കൽബ് തട്ടി പറഞ്ഞാൽ, അത് ഖാലിസൻ മിൻ നഫ്സി, മനസ്സിന്റെ ഉള്ളറയിൽ തട്ടി പറഞ്ഞാൽ ദഖലൽ ജന്ന, സ്വർഗ്ഗത്തിൽ കിടക്കും. പക്ഷെ അത് പറയാൻ കഴിയില്ല കേട്ടോ. മരണത്തിന്റെ ഉഗ്രമായ വേദന, ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും നുറുക്കിയെടുക്കുന്നത് പോലുള്ള വേദന അല്ലെ? ഖുർആൻ എന്താ പറഞ്ഞറിയോ? തൗഹീദില്ലാത്ത ആളുകളുടെ റൂഹിനെ പിടിക്കുന്നതിനെ പറ്റി അല്ലാഹു എന്താ പറഞ്ഞു? വന്നാസിയാത്തി ഖർഖൻ, ശരീരത്തിലേക്ക് മുഴുവൻ മുങ്ങിത്തപ്പി റൂഹിനെങ്ങനെ മുങ്ങിത്തപ്പിയെടുക്കുക ചെയ്യാം. ആരുടെ? കാഫറിന്റെ. വന്നാസിയാത്തി ഖർഖൻ, വളരെ പ്രയാസ, വളരെ ശിദ്ധത്തോടുകൂടി അതിശക്തമായ പ്രയാസം അനുഭവിച്ച ഊര കേട്ടോ. ജസദും റൂഹും തമ്മിൽ വേർപ്പെടുത്തണ്ടേ? അതല്ല മരണം. ഇപ്പൊ നമ്മളെ ജസദ് എന്തുണ്ട്? റൂഹുണ്ട്. ആ ജസദിൽ നിന്ന് റൂഹിനെ ഊരിയെടുക്കുന്ന രംഗാ പറഞ്ഞ് ഖുർആൻ. വന്നാസിയാത്തി ഖർഖൻ. എന്നാലോ തൗഹീദുള്ള ആളുകളുടെ എങ്ങനെ കൊണ്ടുപോകുക? നിങ്ങൾ റൂഹ് ഊരുക. അതല്ല പറയുന്നുണ്ട് തൊട്ടായത്തില് അല്ലെ? വന്നാശിത്താത്തി നഷ്ടൻ, സൗമ്യമായി. എന്താ? ഒരു പേടിയും പേടിക്കണ്ട, നിങ്ങൾ പേടിക്കണ്ട, ഞങ്ങളുണ്ട് നിങ്ങളെ കൂടെ. നഹ്നു ഔലിയാഉക്കും ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ, ഏതിലും പരത്തിൽ ഞങ്ങളുണ്ടാവും. ആർക്ക്? തൗഹീദുള്ളവർക്ക്. അങ്ങനെ തൗഹീദോടുകൂടി ജീവിച്ച് തൗഹീദോടുകൂടി മരിച്ച് അള്ളാഹുവിന്റെ സ്വർഗത്തോപ്പിൽ ഇടം ലഭിക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി ത്വയ്യിബീന ത്വാഹിരീൻ. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖ്വാത്ത് ഊസികും സാനിയൻ വഇയ്യായ ബിത്തഖ്വല്ലാഹ്. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹു ശപിക്കുന്ന വഴികളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശപിച്ചവരുടെ സ്ഥിതിഗതികളും ശിക്ഷയും നമ്മൾ കണ്ടു. അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുകയും അള്ളാഹുവിന്റെ വേദഗ്രന്ഥത്തിൽ മറച്ചുവെക്കുകയും അങ്ങനെ തന്നെ മരിക്കുകയും കാഫറായി മരിക്കുകയും ചെയ്യുന്നതിനെ പറ്റി അതുവരെ ചർച്ച. ഇനി സാധാരണക്കാരായ, ഇപ്പൊ നേരത്തൊക്കെ പറഞ്ഞ പുരോഹിതന്മാർക്ക് വരുന്നതാണല്ലോ, പണ്ഡിതന്മാർക്കൊക്കെ വരുന്ന അപകടമാണല്ലോ. പണ്ഡിതന്മാരാണ് ഒരു കാര്യം പഠിച്ചാൽ
അത് ജനങ്ങളോട് പറയണം, നിങ്ങളെ കുടുംബത്തോട് പറയണം. വേണ്ടേ? നിങ്ങളെന്താ പറയുന്നത്? നമ്മളെ ബാപ്പ ശിർക്ക് ചെയ്യുന്ന ആളാണ്, പക്ഷെ നമുക്കൊന്നും പറയാൻ കഴിയില്ല, ബാപ്പനോട് പറയാൻ കഴിയില്ല. ബാപ്പ മരിച്ചതിന് ശേഷം പറയാം. എന്തിനാണ് വിട്ടുകൊടുക്കുന്ന അയാളെ? നരകത്തിലേക്ക് വിട്ടുകൊടുക്കുക. കുടുംബത്തിലൊന്നും ദീൻ പറയില്ല, കാരണം എന്താ? തെറ്റും. അപ്പൊ നമുക്ക് അള്ള തെറ്റിയാൽ കുഴപ്പമില്ല, കുടുംബം തെറ്റും പ്രശ്നമാണ്. കുടുംബം ചെയ്യുന്ന ഒരു തെറ്റും ഒരു വിശ്വാസി ആദ്യം തുടങ്ങി വിടുന്ന കുടുംബം തന്നെ. പക്ഷെ ഈമാൻ കൽബില്ലാത്ത വിശ്വാസികളൊന്നും പറയില്ല. പള്ളിയിൽ ആരെങ്കിലും അങ്ങനത്തെ ആൾക്കാരുണ്ടെങ്കിൽ ഓരോടൊക്കെ പറയും കേട്ടോ. അത് നമുക്ക് അപകടമാണ്. അള്ളാന്റെ റസൂൽ എന്താ ഖുർആൻ പറഞ്ഞത്? റസൂലിനോട് അന്തിർ അശീറത്തക്കൽ അക്രബീൻ, നിന്റെ അടുത്ത ബന്ധുക്കളോടാണ് നീ ആദ്യം താക്കീത് ചെയ്യേണ്ടത് കേട്ടോ. അങ്ങനെ ഇസ്ലാം പഠിപ്പിച്ചത്. നമ്മളെ കുടുംബത്തോടൊന്നും പറയില്ല. നമ്മളെ കുടുംബത്തിൽ കഴുടിയന്മാരുടെയും മുണ്ടൂല, നമ്മളെ കുടുംബത്തിൽ ദീനില്ലാത്തവരുടെയും മുണ്ടൂല, അല്ലേ? നമ്മളെ കുടുംബത്തിൽ ശിർക്കുള്ളവരുടെയും മുണ്ടൂല, നമ്മളെ കുടുംബത്തിൽ ദുർവ്യയം ചെയ്യുന്നവരുടെയും മുണ്ടൂല. കല്യാണമൊക്കെ അടിച്ചു പൊളിക്കുന്നവരുണ്ടെങ്കിൽ ആ കല്യാണത്തിൽ പോയി കൂടിക്കൊടുത്ത് നല്ലോണം പോലെ സന്തോഷിപ്പിച്ചിട്ട് പോരും, അല്ലേ? അവിടെയൊക്കെ നമ്മൾ ഇടപെടും. അവിടെയാണ് നമ്മൾ ഈമാനുള്ളവരാകുന്നത്. അല്ലാണ്ട് വെറുതെ ഈമാനോടി മരിക്കാൻ കഴിയില്ല. ഒരുപാട് ആളുകളുടെ ശത്രുതയും പ്രയാസവും ഒക്കെ ഏറ്റുവാങ്ങേണ്ടി വരും. പല കുടുംബവും നമ്മിൽ നിന്ന് നമ്മൾ മരിച്ചാൽ പോലും കാണൂല എന്ന് പറഞ്ഞത്. മരിച്ചാൽ പോലും കാണൂല അല്ല, അതിലും വലിയ ആപത്തുകളൊക്കെ അനുഭവിച്ച ആളുകളെ പ്രവാചകന്മാർ, അല്ലേ? ഇതൊന്നും മരിച്ചാൽ അല്ലെ എൻ്റെ കൂടെ കല്യാണം ഉണ്ടായതല്ല. മുമ്പ് പുരോഹിതന്മാർ പറയും, നിങ്ങൾ വല്ലാണ്ട് മുവഹിദ് കളിക്കേണ്ട, മരിച്ചാൽ മയ്യത്ത് കബറും കാട്ടി കൊടുന്ന മറാടൂല അന്ന് പുരോഹിതന്മാർ പറയും. അന്നത്തെ കാലത്ത് ഇന്നത് നടക്കൂല. മുമ്പ് തൗഹീദിന്റെ ആൾക്കാരാണോ ഓലെ മയ്യത്ത് ഇവിടെ കൊണ്ടുവരണ്ട എന്ന് പറയുന്നു. പിന്നെയാണ് കോടതിയൊക്കെ ഇടപെട്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ അറിയണം, നമുക്ക് നമ്മളെ കുടുംബത്തിലുള്ള ആൾക്കാരൊന്നും എന്ത് ചെയ്യാൻ കഴിയില്ല, ദീൻ പറയാൻ കഴിയില്ല. നമ്മൾ വലിയ താടിയും തൊപ്പിയൊക്കെ വെച്ച് നടക്കും. കുടുംബത്താരോടൊന്നും മുണ്ടൂല. മുണ്ടിയ എന്താ? ഓല് പിന്നുണ്ടാവില്ല, ഉറപ്പാണ്. ഇപ്പൊ ഉടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ എത്ര പെൺകുട്ടികൾ നമ്മൾ പറയലുണ്ടല്ലേ? ആരെന്തും പറയോ? മുണ്ടൂല. നമ്മളിപ്പോ പെരുന്നാൾക്ക് ഇപ്പൊ കുട്ടിക്ക് ഡ്രസ്സ് എടുക്കുകയാണ്, എന്താ എടുത്തു കൊടുക്കുക? ഓള് പറയുന്നത് അല്ലേ, അല്ലെ ഓൻ പറയുന്നത്, അങ്ങനല്ലേ? അല്ലാണ്ട് ഇസ്ലാമിന്റെ നിയമത്തോട് യോജിക്കുകയില്ല നമ്മൾ നോക്കാറില്ല. നമുക്കതൊന്നും പ്രശ്നമല്ല. നമുക്ക് ആപത്ത് വരുമ്പോ പടച്ചോനെ കഴിച്ചിലാക്കണേ, മൗലവി ദ്വാരക്കണേ, ആ അള്ള സ്വീകരിക്കൂല. ആ ദ്വാ അള്ളാന്റെ കൂടെ നിൽക്കുന്നവർക്ക് വേണ്ടി ദ്വാ ചെയ്താൽ അള്ള സ്വീകരിക്കും, ഒരു ദ്വാ ചെയ്താൽ അള്ള സ്വീകരിക്കും കേട്ടോ. അപ്പൊ നോക്കാം. നമുക്ക് ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളും ഇതുപോലെ തന്നെ അള്ളാന്റെ ശാപത്തിന് വിധേയരാവാറുണ്ട്. അത് എപ്പോഴാണ് നമുക്കൊന്ന് നോക്കാം. അതും കൂടി പറഞ്ഞ് ഈ ഖുത്ബ അവസാനിപ്പിക്കല്ലേ. കേട്ടോളുകള്, നമ്മളൊക്കെ ജീവിതത്തിൽ വരുന്നതാണ്. അതെന്താ അറിയോ? ഈ നല്ല സ്ത്രീകളെ പറ്റിയിട്ട് ഇല്ലാത്ത വാക്കുകൾ പറയാം, അള്ളാഹ് ശപിക്കും. നല്ല നല്ല പെണ്ണുങ്ങൾ ഉണ്ടാവും, ഓരെങ്ങനെ കുടുംബത്ത് പറഞ്ഞ പെണ്ണുങ്ങളെ കുറ്റം പറയാം. അതൊക്കെ നമുക്ക് വലിയ ഹോബിയാണ്. നിങ്ങളത് കേട്ടു നോക്കി. ഇന്നല്ലദീന യർമൂനൽ മുഹ്സനാത്തിൽ ഗാഫിലാത്തിൽ മുഅ്മിനാത്ത്, വിശ്വാസികളും ഇത്തരം അധർമ്മത്തെക്കുറിച്ച് ചിന്തിക്ക പോലും ചെയ്യാത്ത നല്ല പെണ്ണുങ്ങളെ പറ്റിയിട്ട് അപവാദം പറയുന്നവർ. ഇന്നല്ലദീന യർമൂന, അപവാദം പറയുന്നവർ കേട്ടോ. റമ എന്ന് പറഞ്ഞാൽ എറിഞ്ഞുന. ഈ അപവാദം എന്ന് പറഞ്ഞാൽ കല്ലെറൂര് പോലെ. കല്ല് കൈമെന്ന് വിട്ടാ പോയി, അതുപോലെ അപവാദം വായന് വിട്ടാ പോയിട്ട് ഇവിടെ തട്ടുകറിയില്ല. അള്ളാഹ് പറഞ്ഞ ബാക്കി കേട്ടോളികള്. ഇന്നല്ലദീന യർമൂനൽ മുഹ്സനാത്തിൽ ഗാഫിലാത്തിൽ മുഅ്മിനാത്ത്, ഗാഫിലത്താണ്, തിന്മകളെക്കുറിച്ച് ഒരു ശ്രദ്ധയുമില്ല, അങ്ങനെ ജീവിക്കുന്ന പെണ്ണുങ്ങളാണ്. അവരെ ആ പരാതി പറഞ്ഞാൽ, അപവാദം പറഞ്ഞാൽ, ലുഇനു ഫിദ്ദുനിയ വൽ ആഖിറ, അവരെ അല്ലാഹു ഇഹത്തിലും പരത്തിലും ശപിച്ചിട്ടുണ്ട്. ശാപം കിട്ടുന്ന അള്ളാന്റെ ശാപം കിട്ടിയ ആളുകൾക്ക് ഒരു രക്ഷയില്ലെന്ന് കരുതികള്. സത്യത്തിൽ ആലോചിച്ച് നോക്കി. നമ്മളൊക്കെ എപ്പോഴും പറയല്ലേ, ഒരു നിലവാരം ഇല്ലാണ്ട് ആരെങ്കിലും ഒരു പെണ്ണ് അതിലേ പോകണേ, അത് പോക്കാട്ടോ, എന്റെ പോക്ക പറയല്ലേ. ഓരോ പെണ്ണുങ്ങളെ പറ്റി പള്ളിയിൽ പോകുന്നല്ലാണ്ട് പള്ളിയിൽ പോകുന്നത് നോക്കണ്ട, മഹാബെടക്ക. ഇപ്പൊ എന്താ നേടിയത്? ഓള് വെടക്കാണെ ഓളെ കബറ് ചോദിക്കോട്ടെ, എനിക്കെന്താ? അത് നീ പറഞ്ഞാൽ എന്താ ഉണ്ടാകുക? ലുഇനു, അള്ളാഹ് ശപിച്ചിട്ടുണ്ട്. ഫിദ്ദുനിയ വൽ ആഖിറ, ഇഹത്തിലും പരത്തിലും. എങ്ങനെ അള്ളാന്റെ ഇഹത്തിലെ ശാപം എങ്ങനെ തരും? അള്ളാഹ് സ്വന്തം കുടുംബത്തിൽ ഇത് വരും. ഇത്തരം അപകടങ്ങൾ വന്നിട്ട് നീ തലേ കഴിച്ച് നിലവിളിക്കും ഇല്ലേ? എത്രയോ പെണ്ണുങ്ങളും എല്ലാ പെണ്ണുങ്ങളെ പറ്റി കുറ്റം പറയും. പറഞ്ഞ് അവസാനം സ്വന്തം വീട്ടിൽ ഇതേ അപകടം വന്നപ്പോഴാണ് ഓള് പറഞ്ഞത്, ഇനി ഞാൻ ആരെ പറ്റി ഒന്നും മുണ്ടൂല. പക്ഷെ ഓള് മുണ്ടൂല, ഓള് മുണ്ടും.
ഓക്കിത് പ്രചരിപ്പിക്കണം. അങ്ങനത്തെ ആണുങ്ങളുണ്ട് ഒരു പണിയില്ലാണ്ട് ദിക്റും ചൊല്ലും, ദുആയും ചെയ്യും, ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്റുകൾ ചെയ്യും, ഒക്കെ ചെയ്യും. എല്ലാ നന്മകളും ഉണ്ടാവും. ഹജ്ജിനും പോകും, ഉംറക്കും പോകും. അവിടെ പോയിട്ട് ഉംറ കഴിഞ്ഞ് കുറച്ച് വിശ്രമം കിട്ടിയാൽ തഹല്ലുലായി കഴിഞ്ഞാൽ റൂമിൽ പോയി കുത്തിട്ട് മറ്റോലെ പറ്റി ഇവരെ പറ്റി പറയും. കഴിഞ്ഞു തരാം. അപ്പൊ വെറും മുസ്ലിയാക്കന്മാർ മാത്രമല്ല നമ്മളുണ്ട് കേട്ടോ. അപ്പൊ ലുഇനു ഫിദ്ദുനിയ വൽ ആഖിറ തീരില്ല. ശാപം പറഞ്ഞിട്ട് അല്ലാഹ് പറയാ വലഹും അദാബുൻ അലീം, ഗുരുതരമായ ശിക്ഷ അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് ഇത്തരക്കാർക്ക്. നീ നാവടക്കിക്കൊണ്ടേ കേട്ടോ. കണ്ട പെണ്ണുങ്ങളെ പറ്റിയൊക്കെ വർത്തമാനം പറയുമ്പോൾ ഒന്ന് ആലോചിച്ചോണ്ടി. എന്തൊരു സുഖാറിയാം നമുക്ക്, എന്തൊരു സന്തോഷമായിരുന്നു എന്താ പറയാ. ചില ആളുകൾ ഈ വീഡിയോയിലൊക്കെ അവൾ നാട് വിട്ടുപോയി 3 ദിവസമായി, അതെന്തായാലും കേൾക്കും നമ്മള്. കാരണം എന്താ, ഓൾ എങ്ങട്ടാ പോയതെന്ന് നമുക്കറിയണം. എന്നിട്ട് 4 ആളോട് പറയണം, ഇന്ന ആളുടെ ഇന്നോർത്ത് ഇന്ന സ്ഥലത്ത് അല്ലേ പറയില്ലേ. നിങ്ങൾ അറിയണ്ടോ നിങ്ങളെ മയ്യത്ത് ഗുരുതരമായ ശിക്ഷ ഏറ്റുവാങ്ങാൻ? അറിയില്ല. ശ്രദ്ധിച്ചോളൂ, ആണും പെണ്ണും. മറ്റുള്ള ഒരു പെണ്ണിനെയും ഒരു പെണ്ണ് വിടൂല, പെണ്ണ് പ്രത്യേകിച്ച്. അതിലേക്ക് കടക്കുന്നില്ല. ഇനി നമ്മളൊക്കെ ഈ വാട്സപ്പിലും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലൊക്കെ പലതും പ്രചരിപ്പിക്കൂലേ. കിട്ടിയത് മുഴുവൻ വാട്സപ്പ് മുഴുവൻ എന്ത് ചെയ്യും, ഫോർവേഡ് ചെയ്യല്ലേ. ഫോർവേഡ് ചെയ്യുന്നവരോ കേട്ടോളി. അല്ലാഹ് പറയാം. അപ്പൊ നിങ്ങൾ ചോദിക്കും ഖുർആൻ ഇറങ്ങുന്ന സമയത്ത് നോക്കിയ ഉണ്ടായിനോ അല്ലെങ്കിൽ ഐഫോൺ ഉണ്ടായിനോ? എപ്പം ഇറങ്ങിയല്ലേ. പക്ഷേ ഖുർആൻ എക്കാലത്തേക്കുള്ളതാ. അല്ലാഹ് പറയാം ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശിയൽ ഫാഹിഷത്ത് ഫില്ലദീന ആമനു, വിശ്വാസികൾക്കിടയിൽ ഫാഹിഷത്ത് നികൃഷ്ടമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നവർ, അവരെ പറ്റി അല്ലാഹ് പറയാം ലഹും അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷ ഒരുക്കിയിട്ടുണ്ട്. അത് വന്നാമായി. എന്താ ഇത്? വിശ്വാസികൾക്കിടയിൽ. നിങ്ങൾ വേറുള്ളവരുടെ ഇടയിൽ ഇപ്പൊ ഇതൊക്കെ പറഞ്ഞിട്ടൊരു കാര്യമില്ല കേട്ടോ. ഇന്ന ആള് കള്ളുടിയാനാണ് നിങ്ങൾ മുസ്ലിങ്ങളുടെ പറയുമ്പോഴല്ലേ അതിന് വില ഉള്ളൂ അല്ലേ. ഒരു മറ്റു സമുദായത്തിൽപ്പെട്ട ആളുകൾ എന്താ പറയാ, കുടിക്കാത്തോല് പാരാള് മുസ്ലിങ്ങൾ. എന്നിട്ടില്ല കുടിക്കാത്തോലാരും ഇല്ല എന്ന് പറഞ്ഞിട്ട് പെരുന്നാളിന്റെ അന്നൊക്കെ നമ്മളാൾക്കാരെ ഈ കുട്ടികൾ കൊണ്ടുപോയി കുടിപ്പിക്കും അല്ലേ. എന്നിട്ട് എന്താ പറയാ അറിയോ, മലപ്പുറത്തുള്ള എന്നെ ആജിയൊരു കുടിക്കാറുണ്ട്, എന്റെ കൂടെ കുടിക്കല് വന്ന് കുടിച്ച കുറച്ച് അല്ലേ. പലരെയും ചാരിയാ സംസാരിക്കുക അല്ലേ. ഇത്തരം ആളുകൾ ചിന്തിക്കുന്നില്ല വിശ്വാസികൾക്കിടയിൽ മാത്രമേ അശ്ലീലതയ്ക്ക് വില ഉള്ളൂ അല്ലേ. അല്ലാത്തവർക്ക് എന്താ, ഒരാൾ കുടിച്ചു, ഒരാൾ വ്യഭിചരിച്ചു, ഒരാൾ കട്ടു മോഷ്ടിച്ചു, ഒന്നൊരു വിഷയമല്ല ആണോ. അത് പൊള്ളുകാർക്കാ, വിശ്വാസികൾക്കാ അല്ലേ. കാരണം നമ്മളെ കുത്തി പറയാൻ ഏതെല്ലാം അവസരം ഉണ്ട് അതൊക്കെ ഉപയോഗപ്പെടുത്തും ഇല്ലേ. ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശിയൽ ഫാഹിഷത്ത് ഫില്ലദീന ആമനു, അല്ലാഹ് പറയാ വിശ്വാസികൾക്കിടയിൽ നിരുത്തത പ്രചരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ ലഹും അദാബുൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. ഫിദ്ദുനിയ വൽ ആഖിറ, ഇഹത്തിലും പരത്തിലും. വല്ലാഹു യഅലം, അല്ലാഹ്ക്കറിയാം. വഅൻതും ലാ തഅലമൂൻ, നിങ്ങൾക്കറിയില്ല ഇതിന്റെ അപകടം. അല്ലാഹ്ക്ക് ഇതിന്റെ അപകടം അറിയാം ഇങ്ങനത്തെ കാര്യങ്ങളിൽ കേട്ടോ. അപ്പൊ അതുകൊണ്ട് സ്ത്രീകളെപ്പറ്റി അപവാദം പറഞ്ഞാൽ അള്ളാഹു ശപിച്ചവരുടെ കൂടെയാണ് കേട്ടോ. നാവിനൊന്ന് സൂക്ഷിച്ചാണ്ടേ, ഒരു നഷ്ടമില്ല. ഖുർആൻ പറയാത്തൊരു വിഷയമില്ല. പക്ഷെ ഖുർആൻ പഠിച്ചില്ല, ഖുർആൻ മനസ്സിലാക്കിയില്ല. നമ്മളതിന്റെ മുമ്പ് തന്നെ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ മാതിരി മുസ്ലിമിന്റെ പേരിട്ടുകൊണ്ട് പുറത്തിറങ്ങി. എന്നിട്ട് എല്ലാ കോളത്തിലും എഴുതി മുസ്ലിം അല്ലെ, ബാക്ക്വേർഡ് കപ്പാസ് അല്ലെ വിഭാഗം, അധമ വിഭാഗം എന്നൊക്കെ പറഞ്ഞിട്ടേ. ഇപ്പം അങ്ങനല്ലേ വർഗവും ജാതിയൊക്കെ തിരിക്കല്. അത് ഇൻഷാ അല്ലാഹ് പിന്നൊരിക്കൽ പറയാം കേട്ടോ. വർഗവും ജാതിയൊന്നും ഇസ്ലാമിലില്ല. ഇസ്ലാമിലൊരൊറ്റ ജാതിയാണ്, അള്ളാന്റെ അടുത്ത് ആദരണീയർ, ഈ പറഞ്ഞ നിയമങ്ങളെല്ലാം പാലിക്കുന്നവർ. അല്ലാത്തവരെല്ലാം മതമരാണ് കേട്ടോ. അള്ളാഹു വളരെ ശ്രദ്ധിച്ച് അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ കേൾക്കുകയും പഠിക്കുകയും അത് ഉൾക്കൊള്ളുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്തുകൊണ്ട് വിശ്വാസികളായി ജീവിക്കാനും അള്ളാഹുവിന്റെ കാരുണ്യം ലഭ്യമാകുന്ന, അള്ളാഹുവിന്റെ ശാപത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. മരണപ്പെട്ടുപോയ നമ്മുടെ കുടുംബാംഗങ്ങളിലുള്ള ആളുകൾക്ക് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അർഹമുറാഹിമിനായ റബ്ബ് പുറത്തു കൊടുക്കുമാറാകട്ടെ. രോഗത്താൽ കഴിയുന്ന ഒരുപാട് ആളുകൾ പ്രയാസപ്പെടുന്നുണ്ട്. ഒരുപാട് ആളുകൾക്ക് പലതരം മാരകമായ രോഗങ്ങളുണ്ട്. അത്തരം രോഗങ്ങളിൽ നിന്നെല്ലാം അള്ളാഹു അവരെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും മാരകമായ രോഗങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ കച്ചവടത്തിലും നമ്മുടെ ജോലികളിലും നമ്മുടെ നിത്യവൃത്തികളിലും ബർക്കത്ത് നൽകി അവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മാനസികവും ശാരീരികവുമായ എല്ലാ പ്രയാസങ്ങളും നീക്കിത്തരുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع الدعاء وتب علينا إنك أنت التواب الرحيم. آمين.